വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലോഗ്സ് ആൻഡ് സ്പീച്ച്. അപ്പോൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഈസി ആയിട്ട് തമ്പ്നെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നും പിന്നെ എങ്ങനെ യൂട്യൂബ് ഇൻട്രോ വീഡിയോ ചെയ്യാമെന്നാണ് കാണിച്ചു തരുന്നത്. അതും ക്യാൻവ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിച്ചു തരുന്നത്. ക്യാൻവ ആപ്പ് നമുക്ക് അറിയാമെങ്കിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണ്. എത്ര അറിയാത്തവർക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ അതിനകത്ത് ചെയ്യാൻ പറ്റും. അത്ര സിമ്പിളായിട്ടാണ് ആ ഒരു ആപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഇൻട്രോ വീഡിയോ യൂട്യൂബ് തമ്പ്നെയിലൊക്കെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം, അത് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്യാൻവ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ക്യാൻവ ഡൗൺലോഡ് ചെയ്യാത്തവർ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇതാണ് ഹോം പേജ് വരുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് യൂട്യൂബ് തമ്പ്നെയിൽ എടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ ടെംപ്ലേറ്റ്സ് വരും. ഒരുപാട് ടെംപ്ലേറ്റ്സ് കാണാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രോ നിങ്ങൾ എടുക്കേണ്ട, കാരണം അതിന് നമുക്ക് എന്തോ എമൗണ്ട് അടയ്ക്കേണ്ടി വരും. പ്രോ അല്ലാത്ത ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തമ്പ്നെയിൽ എടുത്ത് കാണിച്ചു തരാം. ഇത് വന്നിട്ട് പ്രോയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നില്ല, ഫ്രീ ആയിട്ട് ഒരുപാട് ടെംപ്ലേറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന തമ്പ്നെയിൽ വന്നിട്ട് ഈ ഒരു ടെംപ്ലേറ്റാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് അങ്ങോട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് കാണിക്കാം. നമുക്ക് ഈ ഫോട്ടോൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കാണുന്ന റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമേജസ് അവിടെ ആഡ് ചെയ്യാൻ പറ്റും, ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് വെറുതെ കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ, ഇങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് വേണ്ട, ഡിലീറ്റിൻ്റെ ഒരു ഐക്കൺ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് തന്നെ ഡിലീറ്റ് ആയി പോയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് കോപ്പി എടുക്കുന്നത് ഞാൻ കാണിച്ചു തന്നല്ലോ. ഏതെങ്കിലും ഒരു ആ ഒരു ലെറ്ററിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ, ആ ഡിലീറ്റ് ഐക്കൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരെണ്ണം കിടക്കണില്ല, അതിനകത്തേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പി ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഇതാണിത്. ഇത് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അതിനുശേഷം കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഏത് ടെക്സ്റ്റാണോ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിനകത്ത് കളേഴ്സ് ഉണ്ട്. ആ കളർ മാറ്റി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ ജസ്റ്റ് വെറുതെ ചുമ്മാ ഇത് കാണിക്കുന്നുള്ളൂ കേട്ടോ. പ്രോപ്പറായിട്ടൊന്നും ഞാനിങ്ങനെ സെറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എലമെൻറ്റ്സ് വേണമെങ്കിലും അതിനകത്ത് തമ്പ്നെയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ എലമെൻറ്റ്സാണ് എടുക്കുന്നത്. ജസ്റ്റ് ചുമ്മാ ഒന്ന് അവിടെ വെച്ച് കൊടുക്കുകയാണത്. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവറിൻ്റെ എലമെൻറ്റ്സ് കിട്ടും. കണ്ട ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരും. അപ്പോൾ അതിനകത്ത് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാണാം. ഞാൻ അതിനകത്ത് വൈറ്റ് അങ്ങോട്ട് സെലക്ട് ചെയ്യാൻ തോന്നി. അപ്പോൾ അത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ട ഇതുപോലെ നിങ്ങൾക്ക് ഏത് എലമെൻറ്റ് വേണോ അത് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപ്ലോഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് വേണമെങ്കിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിൽ കാണുന്ന മേളിലേക്ക് ഒരു ആരോ കാണിക്കുന്നില്ലേ, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ വരും. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. നമുക്ക് ഗാലറിയിൽ പോയി നോക്കാം. ഗാലറിയിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഗാലറിയിൽ വന്നു കഴിഞ്ഞാൽ
ഇതാണ് സേവ് ആയത് കാണുന്നത്. കണ്ടോ, നല്ല അടിപൊളി ടെംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ടെംപ്ലേറ്റ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് യൂട്യൂബ് ഇൻട്രോ വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്യാൻവ ആപ്പ് തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. പിന്നെയും ഇപ്പോൾ ഓൾറെഡി ഇവിടെ ചെയ്തത് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹോം പേജിലേക്ക് പോകാം. ഹോം പേജിലേക്ക് പോകാൻ ലെഫ്റ്റ് സൈഡിലായിട്ട് 3 ഒരു ലൈൻ പോലെ കാണുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജിലേക്ക് പോകാം. നമുക്ക് ഹോം പേജിൽ പോയിട്ട് നമുക്ക് യൂട്യൂബ് ഇൻട്രോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ടെംപ്ലേറ്റ് വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. കണ്ടോ, പ്രോ അല്ലാത്ത എല്ലാം നിങ്ങൾക്ക് എടുക്കാം. പ്രോ ആണെങ്കിൽ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്, താഴെ ഒരു ചെറിയ ഐക്കണിൽ കാണിച്ചിരിക്കുന്നത് അതാണ് പ്രോ. അപ്പോൾ പ്രോ അല്ലാത്തത് എന്തും നിങ്ങൾക്ക് എടുക്കാം. പ്രോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് എന്തോ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് യൂട്യൂബ് ഇൻട്രോ വീഡിയോയ്ക്കുള്ള ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫോട്ടോ മാറ്റി കൊടുക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ആ ഒരു ഇതിൽ കണ്ടോ, ആ റൗണ്ടില്ല, ആ റൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റി കൊടുക്കുകയാണ്. നമുക്ക് വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. നേരത്തെ ഡിലീറ്റ് ചെയ്യുന്നത് കാണിച്ചു തന്നല്ലോ, ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഡിലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കറക്റ്റായിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. അത് റൈറ്റ് സൈഡിൽ കിടന്ന് എല്ലാം കൂടി ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് എന്നുള്ളതൊക്കെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കേണ്ടത്, നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ മാറ്റി കൊടുക്കാം. കണ്ടോ, ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ ഫോട്ടോ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം. മ്യൂസിക് താഴെ ഒരുപാട് ഐക്കൺസ് കാണുന്നുണ്ട്. അതിനകത്ത് നമുക്ക് മ്യൂസിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് മ്യൂസിക്കിൻ്റെ ഓപ്ഷൻസ് വരും. അവിടെ കണ്ടോ, അതിനകത്ത് ഹാപ്പി, ജാസ്, ഡ്രീമി, ഡൈനാമിക് വരുന്നത്. ഞാൻ വെറുതെ ചുമ്മാ ജസ്റ്റ് ഒരു മ്യൂസിക് ചുമ്മാ ക്ലിക്ക് ചെയ്തു എന്നുള്ള അർബൺ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കമ്പോസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആഡ് ടു ഡിസൈൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആഡ് ടു ഡിസൈൻ കൊടുത്തപ്പോഴത്തേക്ക് ഓക്കെ ആയിട്ടുണ്ടത്. സക്സസ്ഫുള്ളി അപ്ലോഡഡ് ദ മീഡിയ ടു യുവർ ലൈബ്രറി എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പ്ലേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ മ്യൂസിക് നിങ്ങൾക്ക് പ്ലേ ആവുന്നതായിരിക്കും. അപ്പോൾ മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മ്യൂസിക് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതാണിത്. അപ്പോൾ നിങ്ങളപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് യൂട്യൂബ് ഇൻട്രോ വീഡിയോയിലൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്റ്റൈൽ ലുക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്കിത് ഇച്ചിരി ലെങ്ത്ത് കുറയ്ക്കാം. അപ്പോൾ ലെങ്ത്ത് കുറയ്ക്കാനായിട്ട് നമുക്ക് വീഡിയോ പ്ലേ ബാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് എൻ്റെ താഴെ തന്നെ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ സ്പീഡ് നമുക്ക്, ഇപ്പോൾ ഞാൻ 1.5 ആണ് കൊടുത്തത്, എന്നിട്ടും കുറച്ച് ലെങ്ത് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2 കൊടുത്ത് നോക്കാം. 2 കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നല്ല ഷോർട്ടാവും. അത്രയൊക്കെ മതിയാവും. അധികം നേരമൊന്നും നമുക്ക് യൂട്യൂബ് ഇൻട്രോ ആരും കണ്ടുകൊണ്ടൊന്നും ഇരിക്കത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ഷോർട്ടായിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഷോർട്ടായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആവശ്യമുള്ളൂ സത്യം പറഞ്ഞാൽ. ഓക്കെ, ഡൺ. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കൊടുക്കാം. അത് നേരത്തെ കാണിച്ച പോലെ തന്നെ സേവ് കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതും ഗാലറിയിൽ പോയി നോക്കാം സേവ് ആയിട്ടുണ്ടത്. അപ്പോൾ ഗാലറിയിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് സേവ് ആയിരിക്കുന്നത്, കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതുള്ളൂ സിമ്പിളായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.